ണമെന്നാണ് പറയുന്നത്. എന്തായാലും ആഗ്രഹം ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിങ്ങനെയൊന്നും കിട്ടിയില്ല എന്ന് വരും, ചെയ്തില്ല എന്ന് വരും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ കൂടുന്ന 10 ആൾക്കാരുടെ തീരുമാനമാണ് പിന്നെ നടക്കുക. നമ്മൾ ചേതനയേറ്റ ശരീരമാണ്, ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തുണ്ടായി? ഷീല അതിനൊരു മറുമരുന്ന് അരച്ചു വെച്ചിട്ടാണ് പോയത്. എന്നെ മരിച്ചാൽ ഹൈന്ദവ ആചാരപ്രകാരം എല്ലാ കർമ്മങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മരണപത്രം എഴുതി വച്ചിരിക്കുന്നത്, സ്വത്തുക്കൾ എഴുതി വയ്ക്കുന്ന പോലെ ഒരു മരണപത്രം എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷീലയ്ക്ക് ധൈര്യമായിട്ട് മരിക്കാം. ഇവിടെ ഷീലനെ ദഹിപ്പിക്കും, ചിതാഭസ്മം കൊണ്ടുവന്ന് ഭാരതപ്പുഴയിൽ ഒഴുക്കും. ഒരാളും ജീവിച്ചിരിക്കുമ്പോൾ ആളുടെ ഒരു ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ സാധിക്കേണ്ടത് ആ വ്യക്തി മരിച്ച അതിൻ്റെ പിന്തുടർച്ചക്കാരാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പലരും അത് ചെയ്യാറില്ല. അവർക്ക് തോന്നിയ പോലെ അവർ ചെയ്യണത്. പക്ഷേ ആത്മാവിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി നിർമ്മാർജ്ജനം ചെയ്യുക. അപ്പോൾ അവർക്ക് പുണ്യം കിട്ടിയെന്നാണ് പറയാം. ഇതിപ്പോൾ അതൊന്നും ചെയ്തില്ല, പള്ളിയിൽ കൊണ്ടുപോയി അടക്കി. ഇവർ പറയുക ഷീലയുടെ ആഗ്രഹപ്രകാരം ഒന്നും ചെയ്തില്ലെങ്കിൽ ആ ആത്മാവിന് മോക്ഷം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഷീല എന്തായാലും എഴുതി വെച്ചത് നന്നായി. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രായാധിക്യം കാരണം ഇപ്പോൾ ടി വിയിലോ അതുപോലെ തന്നെ വേറെ ഒരു ഷോയിലും വരുന്നില്ല, സിനിമയിൽ അഭിനയിക്കുന്നില്ല. ആൾ വീട്ടിൽ റെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഷീലയുടെ ആഗ്രഹപ്രകാരം എല്ലാം നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ട നടിയല്ലേ. നല്ല നടിക്കുള്ള 3 പ്രാവശ്യം അവാർഡ് ഷീലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ പടത്തിൽ നമ്മുടെ വിഷ്ണു അഭിനയിച്ചെങ്കിലും അത് വമ്പൻ പരാജയമായിരുന്നു. അതിൽ രക്ഷപ്പെടാൻ പറ്റിയില്ല. രവിചന്ദ്രൻ്റെ മകൻ എന്നുള്ള നിലയിൽ പോലും രക്ഷപ്പെടാൻ പറ്റിയില്ല. അത് വലിയൊരു നഷ്ടമാണ് ഷീലയ്ക്ക്. ഒരു രവിചന്ദ്രനായിട്ട് പിരിഞ്ഞതിന് ശേഷം ഷീല ശരിക്കും പറഞ്ഞൊരു അജ്ഞാതവാസം നടന്നു. ഊട്ടിയിലും ചെന്നൈയിലുമായിട്ട് കഥ എഴുത്തും അതുപോലെ തിരക്കഥാ രചനയും അതുപോലെ ചിത്രവരയൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് സത്യനന്ദിക്കാട് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് മനസ്സിനക്കരയിൽ. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി അംഗത്വം എടുത്തു. പിന്നെ ഷീലയുടെ ഏറ്റവും ഗംഭീര പടമാണ് ഈറ്റ. അന്നത്തെ കാലത്തെ നമ്മുടെ യുവജനങ്ങളെ കയ്യിലെടുത്ത സിനിമയാണ് ഈറ്റ. അതേപോലെ തന്നെ തുമ്പോലാർച്ച, കടത്തനാട്ടും മാക്കം. വീണ്ടും തിരിച്ചു വന്ന ഷീല പിന്നെ കാര്യമായിട്ട് നമുക്ക് വലിയ സംഭാവനകളൊന്നും തന്നില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് 79 വയസ്സുണ്ട്. ഇപ്പോൾ സ്വസ്ഥം ഗൃഹഭരണമായിട്ട് പേരക്കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. എന്നിരുന്നാലും ഷീലയുടെ നല്ല മനസ്സും നല്ല സ്നേഹവും